കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തുടക്കമാവുകയാണ്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 ആദ്യ മത്സരം. ആലപ്പി റെപ്പിൾസും തൃശൂർ ടൈറ്റൻസും തമ്മിലാണ് ആദ്യ മത്സരം. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്ന് നിഖിൽ കുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, നമസ്തേ. സ്റ്റുഡിയോയിൽ നിന്ന് നേരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക്. ഇന്നു മുതൽ കളി ആവേശത്തിലേക്കാണ്. ഇന്നത്തെ ആദ്യത്തെ കളി 2:30 എന്ന് പറയുമ്പോഴും എന്താണ് അതിൻ്റെ ഒരുക്കങ്ങൾ? ഒപ്പം ഉദ്ഘാടനം ഇന്ന് നടക്കേണ്ടതുണ്ട്. ആരൊക്കെ എത്തും? വിശേഷങ്ങൾ പറയൂ. നമസ്തേ വീണ. അതായത് ആദ്യം തന്നെ പറയാനുള്ളത്, ആരാധകർക്കൊക്കെ ഒരു സങ്കട വാർത്തയുണ്ട്. കാരണം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ രാവിലെ മുതൽ അത്യാവശ്യം നല്ല മഴയാണ്. കാണുന്ന പോലെ തന്നെ നല്ല മഴ രാവിലെ മുതൽ അന്തരീക്ഷം മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. പിന്നാലെ അതെ. അപ്പോൾ മഴ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മഴ ഒന്ന് ഒഴിഞ്ഞു നിന്നാൽ, മഴ മാറിയാൽ 20 മിനിറ്റിനുള്ളിൽ മത്സരം നടത്താൻ സാധിക്കുമെന്ന് KCA നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് മുൻപ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര മത്സരങ്ങൾ നടന്നപ്പോഴും അത് ശ്രദ്ധേയകരമായ കാര്യമായിരുന്നു. കാരണം അതിശക്തമായ മഴ ഉണ്ടായിട്ടും മഴ മാറി നിന്നതിന് ശേഷം 20 മിനിറ്റിന് ശേഷം മത്സരം നടത്താൻ സാധിക്കും. അങ്ങനെയാണ് ഈ ഒരു പുതിയതായി നിർമ്മിച്ച കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴ ഒന്ന് ചെറിയ രീതിയിൽ ശമിച്ചാൽ ഉടനെ തന്നെ മത്സരം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ KCA ആരംഭിക്കും. ഇനി നമുക്ക് കളിയാവേശത്തിലേക്ക് വന്നാൽ, ഉച്ചയ്ക്ക് 2:30 ആദ്യ മത്സരം. ആലപ്പുഴ ടീമും അതുപോലെ തൃശ്ശൂരും തമ്മിലാണ് ആദ്യ മത്സരം നടക്കുക. 2:30 മത്സരം ആരംഭിക്കുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും KCAയുടെ ഭാഗത്തുനിന്ന്, കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഉദ്ഘാടന ചടങ്ങിലേക്ക് വന്നാൽ വൈകുന്നേരമാണ് ഉദ്ഘാടന ചടങ്ങ്. അതായത് ആദ്യത്തെ മത്സരം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം 6 മണിയോടെയാണ് ഉദ്ഘാടന ചടങ്ങ് ക്രമീകരിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലാണ് മുഖ്യാതിഥിയായിട്ട് എത്തുക. അതായത് ഈ ഒരു കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് മോഹൻലാൽ. ആ ഒരു മോഹൻലാലാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തുക. ഒപ്പം തന്നെ സംവിധായകൻ പ്രിയദർശൻ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിനുണ്ടാവും. അതുപോലൊപ്പം തന്നെ കേരള വനിതാ ടീമിന്റെ അല്ലെങ്കിൽ വനിതാ ക്രിക്കറ്റിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ടുള്ള കീർത്തി സുരേഷും ഇന്ന് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കേരള ക്രിക്കറ്റ് ലീഗിന് വേണ്ടി അണിയിച്ചൊരുക്കിയ ഒരു ഗാനമുണ്ട്. അതിന്റെ ദൃശ്യാവിഷ്കാരവും ഈ ഒരു സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന ആ ഒരു ഉദ്ഘാടന ചടങ്ങിലുണ്ടാവും. എന്തായാലും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആ ഒരു പുതിയ ക്രിക്കറ്റ് ലീഗിന്, അതായത് യുവതാരങ്ങളെ അന്താരാഷ്ട്ര തലത്തിലേക്ക് വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആരംഭിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തുടക്കമാവുകയാണ്. അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് IPL ടീമുകളുടെ, അതായത് IPL കളിക്കുന്ന പ്രധാന ടീമുകളുടെ എല്ലാം സ്കൗട്ടേഴ്സ് ഈ ഒരു ലീഗിന് ഉണ്ടാവും എന്നുള്ളത്. അതായത് ഈ ഒരു ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങൾക്ക് IPL-ലേക്ക് ഇനി വരാനിരിക്കുന്നത് IPL-ലെ മെഗാ താരലേലമാണ്. ആ താരലേലത്തിൽ അവർക്ക് ഇടം പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മലയാളികളായ യുവതാരങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് IPL-ലൂടെയും അതുപോലെ ഇന്ത്യൻ ടീമിലേക്കും വഴിതെളിക്കാനുള്ള ഏറ്റവും സുവർണമായ ഒരു അവസരം തന്നെയാണ് ഈ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്നത്. നിലവിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ നിലവിൽ വളരെ ചുരുക്കം താരങ്ങൾ മാത്രമാണ് കേരളത്തിൽ നിന്ന് IPL കളിക്കുന്നത്. അത് തന്നെ ഈ രഞ്ജി ട്രോഫിയിലെയും അതോടൊപ്പം തന്നെ സയ്യിദ് മുഷ്താഖ് അലിയിലെയും ഒക്കെ പ്രകടനങ്ങളിലൂടെ, വളരെ വിരളമായ ആ ഒരു പ്രകടനങ്ങളിലൂടെയാണ് താരങ്ങളൊക്കെ IPL ടീമുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൽ നിന്നും ഉപരി ഒരു പുതിയ ലീഗ് വരുമ്പോൾ ആ ലീഗിലേക്ക് IPL-ലെ സ്കൗട്ടേഴ്സ് ഡയറക്റ്റ് എത്തുന്നു. അവർ പുതിയ താരങ്ങളെ കണ്ടെത്തുന്നു. അങ്ങനെ അവർക്ക് IPL-ലേക്ക് വഴി തുറക്കുന്നു. അതിലൂടെ ഇന്ത്യൻ ടീമിലേക്ക് കൂടുതൽ മലയാളി താരങ്ങളെ എത്തിക്കുക എന്നതാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ ഒരു ലീഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ഒരു ലീഗിന്റെ ഉദ്ഘാടന മത്സരം, ആദ്യ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഈ ഒരു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മഴ ഒരു വലിയ ഭീഷണി തന്നെയാണ്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുണ്ട്. എന്നിരുന്നാൽ തന്നെയും മഴ ചെറിയ രീതിയിൽ മാറിയാൽ, ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ നിമിഷം രാവിലെ മുതൽ പെയ്യുന്ന മഴയ്ക്ക് ഇപ്പോൾ ചെറിയൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു കുറച്ച് സമയമെങ്കിലും മഴ ഒന്ന് മാറി നിന്നാൽ 20 മിനിറ്റ് കൊണ്ട് സ്റ്റേഡിയം മത്സരത്തിന് വേണ്ടി തയ്യാറാക്കാൻ സാധിക്കും. അതായത് ഡ്രെയിനേജ് സംവിധാനമൊക്കെ അത്രത്തോളം ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ. അതൊക്കെ ഇങ്ങനെ പറയുമ്പോഴും നമുക്ക് ഈ കളി പ്രേമികൾക്ക് ഇത് വലിയ ആശങ്കയായി നിൽക്കുന്നുണ്ട്. ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ എങ്ങനെ 20 മിനിറ്റ് കൊണ്ട് സ്റ്റേഡിയം ശരിയായി എടുക്കാൻ കഴിയും? എൻ്റെ ഡ്രെയിനേജ് സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നിഖിലിന് അവിടെ നിന്ന് കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് പോകാൻ കഴിയും. ഈ ദൃശ്യങ്ങളൊക്കെ വളരെ വിശദമായി കാണിക്കാൻ കഴിയും. അവിടെ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അത് പ്രേക്ഷകരെ വരും മണിക്കൂറുകളിലും കാണിക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിഖിൽ, അവിടെ നമ്മുടെ ടീം അവിടെ തുടരുകയാണ്. ശരി നിഖിൽ, ഓക്കെ.